ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ എ സജീവൻ പറഞ്ഞു വെച്ച ഒരു ഗൗരവമുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇപ്പോൾ ജീവിക്കാൻ ഒരു അടിയന്തര സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു യുക്തി ഇക്കാര്യത്തിൽ അവതരിപ്പിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധമാണ് ചാണ്ടി ഉമ്മൻ്റെ ഒരു പൊതു കാര്യം ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. ഇതിലൊരു പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം ഇതിൽ അപേക്ഷകനായി അങ്ങോട്ട് പോയി വാങ്ങിച്ചെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇങ്ങനെ ഒന്ന് ഏറ്റെടുത്താൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ വിമർശനത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടാകാവുന്ന അവമതിപ്പിനും സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാവണമല്ലോ ചാണ്ടി ഉമ്മൻ. അതൊക്കെ അറിഞ്ഞിരുന്നിട്ടും അതൊക്കെ മറന്നും അതൊക്കെ അവഗണിച്ചുകൊണ്ടും അങ്ങനെ ഒരു ബന്ധമാകാം എന്ന് വിചാരിച്ചാൽ അതിലെന്തോ അപാകതയുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് MLA ആയി നിയമസഭയിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ അധാർമികതയോ വൈരുദ്ധ്യമോ വളരെ പ്രകടമായി നിഴലിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് പോലും ആ നിലയിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നു. ഉദാഹരണം, തിരുവഞ്ചൂർ പറഞ്ഞത് പാർട്ടി പരിശോധിക്കണം എന്നാണ്, അല്ലാതെ ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. നോക്കൂ ശരത്തെ, ഇവിടെ എൻ്റെ സുഹൃത്ത് സജീവനൊക്കെ എത്ര ഒരു ലഘൂകരിക്കുകയാണിത്. ഒരഭിഭാഷകൻ അയാളുടെ തൊഴിലിന് വേണ്ടി ജീവിക്കാൻ തൊഴിലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പരിഹസിക്കുകയല്ല വേണ്ട സജീവ. അതായത് ചാണ്ടി ഉമ്മൻ ഈ ലിസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ BJP സർക്കാരിന് അപേക്ഷിച്ചു എന്ന് വെക്കുമ്പം ഇത് കേൾക്കുന്നവർക്കും നരേന്ദ്രമോദിയുടെ മുമ്പിൽ അപേക്ഷ കൊണ്ട് ചെന്നാണെന്ന്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ കയറിയാൽ ഏതൊരു വക്കീലിനും ലാൽകുമാറിനൊക്കെ ഭംഗിയായിട്ട് അറിയാതെ അദ്ദേഹം പറയാതിരിക്കുകയാണ് ഇത് അപേക്ഷിക്കാം. അതിനല്ലേ അപേക്ഷകൻ എന്ന് പറഞ്ഞത്? അതാണ് താങ്കളോട് ചോദ്യം ഉന്നയിക്കാൻ കൈ ഉയർത്തിയിട്ടുണ്ട്. പറയട്ടെ ഒരു മിനിറ്റ് പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് മതി. അപ്പൊ ആ ഹൈവേ അതോറിറ്റി ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് ഉത്തരം മതി. എനിക്ക് പറയാനുള്ള പറയട്ടെ. ആ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്, മാർക്സിസ്റ്റുകളുണ്ട്. ഈ മാർക്സിസ്റ്റുകളും CPI-ക്കാരും ഒക്കെ സംഖ്യകളാണെന്ന് ശരത്ത് പറയുവോ? കൈരളിച്ചാലെ പറയുവോ? എന്താ ചാണ്ടി ഉമ്മനെ മാത്രം നിങ്ങൾ? ചാണ്ടി ഉമ്മൻ MLA ആണ്, കോൺഗ്രസ് നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അവിടെ അപേക്ഷകനായി പോയി വാങ്ങിച്ചെടുത്തതാണ്. അതിനെ താങ്കൾ പൊതുവൽക്കരിച്ചുകൊണ്ട് താങ്കൾക്ക് കുറെ പേരുകൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവർക്ക് ആർക്കും നമ്മൾക്ക് ഈ താരതമ്യം ചെയ്യാൻ കഴിയില്ല, യാതൊരു സംശയമില്ല. താങ്കളുടെ ആ വാദം നിരർത്ഥകമാണ്. ശരത്ത് എന്റെ വാദം നിരർത്ഥകട്ടെ. അല്ല, ശരത്തേട് ഉരുളണ്ട. ഇപ്പൊ ചാണ്ടി ഉമ്മനാണ് ഉരുളുന്നത്. ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലല്ല ഞങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഞങ്ങളാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ഇന്നലെ ഇപ്പൊ ക്യാൻസൽ ചെയ്തു. ഒന്ന് ഞാൻ പറയട്ടെ ശ്രീകുമാർ സാർ, അതതിന്റെ സാങ്കേതികത്വമാണെന്നേ. ചാണ്ടി ഉമ്മൻ വേണ്ടാന്ന് വെച്ചില്ല. രണ്ട്, മോദി സർക്കാരിന് മുമ്പിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് കീഴിൽ വരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അപേക്ഷകനായി പോയി ഈ പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപേക്ഷകനായി അങ്ങോട്ട് പോയി, വിളിച്ചു വരുത്തിയതല്ല ഇവര്. അത് തെറ്റായിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. അല്ല പറട്ടെ ശരത്തെ, ഇതാ പറഞ്ഞത്. ഇനി പറഞ്ഞു ശരത്തെ ഒരു മിനിറ്റ്. നിങ്ങൾ അപേക്ഷകനായി പോയി എന്ന് പറയുമ്പോഴേ ഇതൊരു അപേക്ഷയും കൊണ്ട് അല്ല, ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അല്ല, എന്നെ ചർച്ച ചെയ്യുന്ന ഒഴിവാക്ക്. അപേക്ഷകനായി പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് കേട്ടോണ്ടിരിക്കുന്നവരെ ഒരു നിവേദനം കൊണ്ട് അങ്ങോട്ട് പോവാ, എന്നെ ഇതിൽ ചേർക്കണേ. അതല്ല, ഇതൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ആർക്കും കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ചാണ്ടിയുമൻ ഞാൻ പറയട്ടെ, ചാണ്ടിയുമനെ ഞാൻ പറയട്ടെ. അല്ലല്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ കാര്യം പറ. ആ പോർട്ടലിൽ കേട്ട് ആർക്കും അപ്ലൈ ചെയ്യാം. അതിൽ ചാണ്ടി ഉമ്മനും മാർക്സിസ്റ്റുകളും അപ്ലൈ ചെയ്തു. മാർക്സിസ്റ്റുകളുടെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ പേര്. എപ്പോഴും ആ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അതില് ചാണ്ടി ഉമ്മൻ പോർട്ടലിലുണ്ട്. ആ ലിസ്റ്റിലുണ്ട്. കളക്ടർമാരുടെ കീഴിലുള്ള ഞാനൊരു ഞാൻ പറയട്ടെ ശരത്തെ പറയട്ടെ. നിങ്ങൾ നേതാവെന്ന് പറയല്ലേ, CPM-കാരുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ അന്വേഷിച്ചു നോക്കെ. ഞാൻ പേര് ചാണ്ടി ഉമ്മൻ എന്ന നേതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരള നിയമസഭയിലെ കോൺഗ്രസ് MLA കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വേണ്ടേ, ആ നിലവാരത്തിൽ നുണ പറയാൻ പറ്റും? അല്ല, അങ്ങനെ ഒരു നിലവാരത്തിൽ ചർച്ച ചെയ്യാൻ പറ്റണ്ടേ? അല്ലല്ല, വേണ്ട അങ്ങനെയല്ലേ നിങ്ങളെ ഒരു മിനിറ്റ്. ശരത്തെ ഒന്നേ പറയാൻ അനുവദിക്കേ. ഈ നിങ്ങളുടെ ഈ കാര്യം ഇന്നെടുത്ത് ഈ ചർച്ച പൊളിഞ്ഞുപോയി. അതിന് കിടന്ന് ഉരുളണ്ട. അതായത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആള് ഈ പോർട്ടലിൽ ഉണ്ടായിരുന്ന, ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത് കളക്ടറുടെ കീഴിലുള്ള വക്കീലന്മാരുടെ കാര്യമാണ്. പോർട്ടലിൽ അപേക്ഷിച്ചയാളാണോ ചാണ്ടി ഉമ്മൻ? വക്കീലന്മാരല്ല. ഈ പോർട്ടലിൽ എന്റെ ചോദ്യം, ഈ പോർട്ടലിൽ അപേക്ഷിച്ചയാളാണോ ചാണ്ടി ഉമ്മൻ? അപ്പോഴും അപേക്ഷ വെറുതെ അതെ. ശ്രീ സജീവൻ, ഈ ലിസ്റ്റ് ഇതിപ്പോ നിങ്ങൾ ഇപ്പോഴാ കാണുന്നത്.
ഈ ലിസ്റ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇത് തർക്കം ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രിയും ADGPയും CPM ഉൾപ്പെട്ട RSS ബന്ധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ നിന്നു തരാം. നിങ്ങൾ പറഞ്ഞോ. പക്ഷേ അസത്യം ഉണ്ടാക്കരുത്. സത്യമായിട്ട് കാണണം. ഈ പോർട്ടൽ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ കളക്ടറാണ് അതിൻ്റെ ആർബിട്രേറ്റർ. കളക്ടറുടെ കീഴിൽ വരുന്നത് എന്തോ നിസ്സാര കാര്യം, സ്ഥലമെടുപ്പൊക്കെയാണ്. ഒരു ഫയൽ പോലും ചാണ്ടി ഉമ്മൻ്റെ കയ്യിൽ കഴിഞ്ഞ തവണ എത്തിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് റദ്ദാക്കിയല്ലോ, ലിസ്റ്റ് റദ്ദാക്കിയല്ലോ. ഇനിയിപ്പോൾ BJPക്കാർ മാത്രവും. അപ്പൊ CPMന് സൗകര്യമായി എന്താ BJPക്കാരായ അഭിഭാഷകരുടെ ഒരു ഗ്രൂപ്പിന് ഈ ലിസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും. അതാണിന്ന് ചാണ്ടി ഉമ്മൻ. അങ്ങനെ വിശാലമായ ഒരു സങ്കല്പത്തിലാണല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചതാണ് ചാണ്ടി ഉമ്മനെ എന്ന് കൂടി പറയേണ്ടി വരും. എന്താണ് ശ്രീകുമാർ സാർ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ കഴിയുമോ? കൈരളിയുടെ അതെങ്ങനെയാണ്? ഇത് യുക്തിസഹമായി നിൽക്കുന്നില്ല ഈ പറഞ്ഞു വരുന്നത്.